അതാണ് ഞാൻ വളരെ വളരെ വ്യക്തമായി ഫോക്കസ്ഡായി ആദ്യം നിങ്ങൾ കേരളത്തിലെ ഈ സർക്കാർ കോളേജുകളിൽ 66 സർക്കാർ കോളേജുകളിൽ പ്രിൻസിപ്പൽമാരെ ആദ്യം വയ്ക്കുക. ഞാൻ ചോദിക്കുന്നത് ചുമ്മാ ഒരു പ്രഖ്യാപനം, നിങ്ങളൊരു പൊള്ളയായിട്ടുള്ളൊരു പ്രഖ്യാപനം, യാതൊരു അടിസ്ഥാന സൗകര്യമില്ലാത്ത സാഹചര്യത്തിൽ നടത്തേണ്ട ഒരു പ്രഖ്യാപനത്തിന് എന്ത് വിലയാണ്? ഈ ബജറ്റിനെ തീർത്തും ഒരു എന്താ പറയുന്ന ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ സ്റ്റണ്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രഖ്യാപനങ്ങൾ മാത്രമായിട്ടല്ലേ നമുക്ക് ഇതിനെല്ലാം നോക്കി കാണാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ചോദിക്കുന്നത് ഈ 66 സർക്കാർ കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല, എന്ത് അതിനെപ്പറ്റി? ഞാൻ പറഞ്ഞ വരികൾക്കിടയിൽ നിങ്ങൾ ആദ്യം ഈ പ്രിൻസിപ്പൽമാരെ വെക്കുന്നത് ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെ ഈ കാര്യങ്ങളെപ്പറ്റി ഞാൻ ചോദിക്കട്ടെ. വിദ്യാർത്ഥികൾക്ക് ഞാനൊന്ന് പറയട്ടെ. ഞാൻ പറയുന്നത് താങ്കൾ കേൾക്കൂ. വിദ്യാർത്ഥികൾക്ക് സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നതിനെ ഞങ്ങൾ എതിർക്കേണ്ട കാര്യമുണ്ടോ? അത് നടപ്പിലാകുന്ന സാഹചര്യമുണ്ടെങ്കിൽ, ഇവിടെ നിലവിൽ നടപ്പിലാകാനുള്ള യാതൊരു സാഹചര്യവുമില്ല. പിന്നെ അതിനെപ്പറ്റി നമ്മൾ വലിയ രീതിയിലേക്കുള്ള നമ്മൾ എന്ത് ചെയ്യുന്നു, അനുകൂലിക്കുന്നു പ്രതികൂലിക്കുന്നു എന്ന് പറയുന്നതിൽ യാതൊരു കാര്യമല്ലല്ലോ. കേട്ടില്ല. ഞാൻ പറഞ്ഞ കാര്യം, നിലവിൽ KSU കേരളത്തിൽ എന്നല്ല രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നതിനെ ഒരിക്കലും എതിർക്കേണ്ട കാര്യമില്ല. മനസ്സിലല്ലേ? അതിന് ഈ സർക്കാരിന് കെൽപ്പില്ല, അതിനുള്ളൊരു ആവത് നിലവിലില്ല എന്നാണ് ഞങ്ങളത് പറഞ്ഞത്. അത് പറഞ്ഞതിൽ ആ വരികൾക്കിടയിൽ ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമാണ്. അല്ല, സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ സർക്കാർ അവതരിപ്പിച്ച ബജറ്റിലോ ഈ സർക്കാർ നടത്തുന്ന പ്രഖ്യാപനങ്ങളിലോ ഈ സർക്കാർ നടത്തുന്ന ഗിമ്മിക്കുകളിലോ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഒരു ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 14 ജില്ലകളിൽ ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ കേരളത്തിലെ ഈ സർക്കാർ കോളേജുകളായിക്കൊള്ളട്ടെ, സ്കൂളുകളായിക്കൊള്ളട്ടെ, ഈ ഗോത്ര മേഖലയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുമായിട്ടും അങ്ങനെ എത്ര എല്ലാ മേഖലകളിലും പെട്ട വിദ്യാർത്ഥികളെ ഞങ്ങൾ നേരിട്ട് കണ്ട ആളുകളാണ്. ആ കണ്ട ആളുകളുടെ അടുത്ത് ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ഈ സർക്കാർ കഴിഞ്ഞ 9.25 വർഷക്കാലം പറഞ്ഞ അവരുടെ പ്രഖ്യാപനങ്ങളൊന്നും നടപ്പിലാക്കിയിട്ടില്ല. അവർ നടത്തിയ പ്രസംഗങ്ങളൊന്നും പ്രായോഗിക തലത്തിലേക്ക് എത്തിയിട്ടില്ല. വിദ്യാർത്ഥികളെ വഞ്ചിച്ചുകൊണ്ടാണ്. ഞാൻ ചോദിക്കട്ടെ, ഇല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ എന്തിനാണ് ഈ നാട് വിട്ട് വിദേശത്തേക്ക് പോകുന്നത്? ആ ചോദ്യങ്ങളുടെ ഉത്തരം കേരളത്തിലെ മാധ്യമ സുഹൃത്തുക്കൾ എന്തുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ അടുത്തോ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അടുത്തോ നിങ്ങൾ ചോദിക്കാൻ തയ്യാറാകുന്നില്ല? ഈ സർക്കാർ കോളേജുകളിലും അതേപോലെ തന്നെ മറ്റ് പ്രമുഖമായിട്ടുള്ള കലാലയങ്ങൾ പൂട്ടലിൻ്റെ വക്കിലാണ്. എഞ്ചിനീയറിംഗ് കോളേജുകൾ എത്രയോ പൂട്ടിയിരിക്കുന്നു. ഇതിനെപ്പറ്റി ഒരക്ഷരം നിങ്ങൾ മിണ്ടുന്നില്ല. നിങ്ങൾ ഈ PR എക്സർസൈസിന് വേണ്ടി അല്ലെങ്കിൽ സർക്കാരിന് വേണ്ടി വായ്ത്താരികൾ അല്ലെങ്കിൽ വാഴ്ത്തുപാട്ടുകൾ പാടുന്നതിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ ഈ മാധ്യമ പ്രവർത്തനത്തെ ഉപയോഗപ്പെടുത്തരുതെന്ന് വിനീതമായിട്ടുള്ള ഒരു അഭ്യർത്ഥനയുണ്ട്. ഞാൻ പറഞ്ഞത് താങ്കൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. വിദ്യാഭ്യാസ മേഖലയിലെ യാതൊരു രീതിയിലേക്കുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ ഈ സർക്കാർ പരിഹരിച്ചിട്ടില്ല. അത് പരിഹരിക്കാതെ ഒരു പൊള്ളയായിട്ടുള്ളൊരു പ്രഖ്യാപനങ്ങൾ, ഒരു വരിയിൽ എഴുതിയ പ്രഖ്യാപനങ്ങളെ ഞങ്ങൾ എങ്ങനെ ട്രസ്റ്റ് ചെയ്യാൻ സാധിക്കും? ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ബജറ്റിൽ ഉൾപ്പെടെ വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ച എത്രയോ പ്രഖ്യാപനങ്ങൾ ഇവിടെ നടപ്പിലാക്കാതിരിക്കുന്നു. ഈ എത്രയോ സർക്കാർ കോളേജുകൾ കഴിഞ്ഞൊരു 10 വർഷത്തെ നിങ്ങളൊരു സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിച്ച് നോക്കി, ഈ എത്രയോ സർക്കാർ കോളേജുകളാണ് ഇന്നും വാടക കെട്ടിടത്തിലാണ് നിലനിൽക്കുന്നത്. അതിനൊരു പെർമനൻ്റ് ആയിട്ടൊരു സ്ഥലം ഏറ്റെടുത്ത് അതിനു വേണ്ടിയിട്ടൊരു കെട്ടിടങ്ങൾ പണിയാൻ ഈ സർക്കാർ തയ്യാറായിട്ടില്ല. നിലവിൽ ഇടിഞ്ഞു വീഴാറായിട്ടുള്ള എത്രയോ സർക്കാർ സ്കൂളുകളും കോളേജുകളുമുണ്ട്. അതിൻ്റെ ഒരു സേഫ്റ്റി ഓഡിറ്റിംഗ് നടത്തണമെന്ന് ഞങ്ങളൊരു 1.5 വർഷമായിട്ട് ഈ സർക്കാരിൻ്റെ അടുത്ത് പറയുന്നു. സർക്കാർ ഇത് നടത്തിയിട്ടുണ്ടോ? ഈ സ്കൂളുകളിൽ നിന്ന് അല്ലെങ്കിൽ കോളേജുകളിൽ നിന്ന് പഠിച്ചിറക്കുന്ന വിദ്യാർത്ഥികൾക്ക് മതിയായിട്ടുള്ള തൊഴിൽ ലഭിക്കുന്നില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ സർക്കാർ അതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ടോ? അപ്പം ഞാൻ ചോദിക്കുന്നത്, വെറുതെ പൊള്ളയായിട്ടുള്ള കവല പ്രസംഗങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ ബജറ്റിനെ പൂർണ്ണമായ തരത്തിൽ ഈ സർക്കാരിൻ്റെ PR-ന് വേണ്ടി ഉപയോഗിക്കുക എന്നതിനപ്പുറം യാതൊരു രീതിയിലേക്കുള്ള ആത്മാർത്ഥത കേരളത്തിലെ സർക്കാർ കാണിച്ചിട്ടില്ല. ഇതിനെന്ത് ചെയ്യുന്നു, തീർത്തും ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആക്കി ബജറ്റിനെ മാറ്റാൻ വേണ്ടി മാത്രമാണ് ഈ സർക്കാർ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നതാണ് KSUവിൻ്റെ ഒരു അഭിപ്രായം വിഷയത്തിൽ. ഞാൻ കഴിഞ്ഞ 2-3 ആഴ്ചകളിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഞാൻ വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ പറഞ്ഞു, KSU കൃത്യമായിട്ടുള്ള രീതിയിലേക്കുള്ള ഞങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KSUവിന് ഏത് തരത്തിലേക്കുള്ള പ്രാതിനിധ്യം കിട്ടണമെന്ന് ഞങ്ങൾ പാർട്ടിയുടെ നേതൃത്വത്തെ കൃത്യമായ രീതിയിൽ ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ കഴിഞ്ഞ 2-3 വർഷക്കാലമായി ഈ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രവർത്തനത്തെയും കേരളത്തിൻ്റെ വിദ്യാർത്ഥി സമൂഹം നേരിട്ട വെല്ലുവിളികളെയും ഏത് രീതിയിലാണ്
KSU അഡ്രസ്സ് ചെയ്തിരിക്കുന്ന നേതൃത്വം കൊടുത്തത് എന്ന കൃത്യമായിട്ടുള്ള ബോധ്യം ഞങ്ങൾ നേതൃത്വത്തിൻ്റെ അടുത്ത് ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ മതിയായിട്ടുള്ള രീതിയിലേക്ക് ഏതെല്ലാം രീതിയിലേക്ക് പരിഗണിക്കാൻ സാധിക്കുമെന്നതും ഞങ്ങൾ നേതൃത്വത്തിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അന്ന് മാധ്യമങ്ങളുടെ അടുത്ത് സൂചിച്ചു, കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന തരത്തിലേക്കുള്ള തീരുമാനം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് KSUമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അല്ല, മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. ഇന്ന സീറ്റ് KSU ക്ലെയിം ചെയ്തു, ഇത്ര ആളുകളുടെ പട്ടിക കൊടുത്തു, ഇതുവരെ ഞങ്ങൾ പട്ടിക നിലവിൽ കോൺഗ്രസ് നേതൃത്വത്തിന് കൊടുത്തിട്ടില്ല. ഞങ്ങൾക്കത് കൃത്യതയുണ്ട്, ഏതെല്ലാം സ്ഥാനാർത്ഥികൾ ഏതെല്ലാം സീറ്റുകളിൽ ആപ്റ്റാണെന്നതിനെപ്പറ്റി ഞങ്ങൾക്ക് വ്യക്തതയുണ്ട്, അത് കോൺഗ്രസ് നേതൃത്വത്തിന് വ്യക്തതയുണ്ട്. അത് ഞങ്ങൾ അവരെ കൃത്യമായിട്ടുള്ള രീതിയിൽ ബോധ്യപ്പെടുത്തും. ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു കണ്ടീഷനിൽ നിലവിൽ ഒരു സീറ്റും ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, ഇന്ന ആളുകളെ പരിഗണിക്കണമെന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് നേതൃത്വത്തിന് ഞങ്ങൾ പട്ടിക കൈമാറിയിട്ടില്ല. അല്ല, ഞങ്ങളുടെ ക്ലെയിം ഞങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അടുത്ത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും പാർട്ടി ഫോറത്തിൽ പറയേണ്ട ഒരു കാര്യമാണ്. അത് ഞങ്ങൾ കൃത്യമായിട്ട് മിനിഞ്ഞാന്ന് ഈ പറയുന്ന ഇലക്ഷൻ കമ്മിറ്റി കൂടിയിട്ടുണ്ടായിരുന്നു. ഇലക്ഷൻ കമ്മിറ്റിയിൽ എന്താണ് KSUവിൻ്റെ നിലപാട്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലേക്കുള്ള പ്രാതിനിധ്യമെല്ലാം ഉണ്ടാകണമെന്ന് കൃത്യമായിട്ടുള്ള ഞങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അല്ല, അത് സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ മാധ്യമങ്ങളുടെ മുൻപിൽ നമ്മൾ പറയേണ്ട ഒരു കാര്യമല്ലല്ലോ. അത് പാർട്ടി ഫോറത്തിൽ പറയേണ്ടതാണ്. ഞങ്ങളത് കൃത്യമതയോടുകൂടി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഭാരവാഹികളിലും ആരെല്ലാം പരിഗണിക്കപ്പെടണമെന്നതിനെ പറ്റി ഞങ്ങൾ കൃത്യമായി നേതൃത്വത്തിൻ്റെ അടുത്ത് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്.